സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ഡെറിവേഷൻ പാർട്ടിലേക്ക് കടക്കാം. ടൈം റെസ്പോൺസ് ഓഫ് അണ്ടർ ഡാംഡ് സിസ്റ്റം ടു സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ, സോ ഇവിടെ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഒരു ബേസിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ എഴുതണം അല്ലേ? സോ ഒരു കൺട്രോൾ സിസ്റ്റം നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഈ ഒരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ആർ ഓഫ് എസും ഔട്ട്പുട്ട് സി ഓഫ് എസും സിസ്റ്റം ജി ഓഫ് എസുമാണ് എങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഔട്ട്പുട്ട് സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ആർ ഓഫ് എസ് ഇൻറ്റു സിസ്റ്റം ജി ഓഫ് എസ്. അങ്ങനെയല്ലേ എഴുതുക? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? അതായത് സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു ആർ ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് അല്ലേ? ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്? ആർ ഓഫ് എസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ജി ഓഫ് എസിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? എന്താണ് ആർ ഓഫ് എസ്? ആർ ഓഫ് എസ് മീൻസ് എന്താണ്? ഇൻപുട്ടാണ് അല്ലേ? സോ ഇവിടെ നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കുന്നത് എന്തിനാണ്ട? സ്റ്റെപ്പ് ഇൻപുട്ടാണ് അല്ലേ? സോ സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ഡൊമൈനിൽ 1 ആണ് സ്റ്റെപ്പ് ഇൻപുട്ട് അല്ലേ? അതായത് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാം. അതിൻ്റെ എസ് ഡൊമൈൻ ലാപ്ലേസ് എടുക്കുമ്പോൾ എന്താ? 1/s എന്ന് വരും സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ കേസിൽ അല്ലേ? സോ ആർ ഓഫ് എസ് മീൻസ് ഇൻപുട്ട് സ്റ്റെപ്പ് ഇൻപുട്ട് ആയതുകൊണ്ട് എന്താണ്? ടൈം ഡൊമൈനിൽ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1ഉം എസ് ഡൊമൈനിൽ ആർ ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/sഉമാണ് അല്ലേ? സോ ആർ ഓഫ് എസിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? 1/s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇൻറ്റു ജി ഓഫ് എസ്. ജി ഓഫ് എസ് മീൻസ് എന്താ? ഞാൻ ഓൾറെഡി ഈ ഇക്വേഷൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലേ? സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ഇതാണ് ω(n²/s² + 2 θ ωns + ωn². സോ ജി ഓഫ് എസിന് പകരം അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ടും കൂടി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു ω(n²/s) ഇൻറ്റു s² + 2 θ ωns + ωn² എന്ന് കിട്ടും അല്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനിയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻ ഡീകമ്പോസിഷൻ എന്ന് പറയും ഈ ഒരു പ്രോസസ്സിനെ. ഓക്കെ, സോ എന്ത് ചെയ്യുക? ഈ ഒരു ഡിനോമിനേറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ മുമ്പ് മാത്തമാറ്റിക്സിൽ ചെയ്തതാണ്, പഠിച്ചതാണ് ഈ ഒരു പ്രോസസ്സ് അല്ലേ? പാർഷ്യൽ ഫ്രാക്ഷൻ ഡീകമ്പോസിഷൻ. സോ ഈ ഒരു ഫ്രാക്ഷൻ അങ്ങ് എഴുതുക. ω(n²/s) ഇൻറ്റു s² + 2 θ ωns + ωn². ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിലേക്ക് ഈ ഒരു ഫ്രാക്ഷനിലേക്ക് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഡീകമ്പോസിഷൻ പ്രോസസ്സ് അപ്ലൈ ചെയ്യുന്നത്? ആദ്യം ഡിനോമിനേറ്ററിൻ്റെ ആദ്യത്തെ പാർട്ട് എസ് അല്ലേ? പിന്നെ ആ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്ന പാർട്ടും s² + 2 θ ωns + ωn² അല്ലേ? സോ ആദ്യത്തെ പാർട്ടിനെ നമുക്ക് a/s എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ടിനെ നമുക്ക് ചുമ്മാ b/s² + 2 θ ωns + ωn² എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ രണ്ടാമത്തെ ബ്രാക്കറ്റിനകത്തുള്ള ആ ഒരു ടേം എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനുമാണ്. അതിൻ്റെ ഹയസ്റ്റ് പവർ എന്താണ്? 2 ആണ്. എസിൻ്റെ പവർ 2 അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? BS + C എന്ന് ന്യൂമറേറ്ററിൽ കൊടുക്കണം. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്ന കേസസിൽ, പ്രത്യേകിച്ച് ഈ ഹയസ്റ്റ് പവർ 2 ആവുന്ന കേസിൽ. ഹയസ്റ്റ് പവർ 3 വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ നിങ്ങൾ a² + BS + C എന്ന് ന്യൂമറേറ്ററിൽ കൊടുക്കണം. ഈ കേസിൽ എന്താണ്? ഹയസ്റ്റ് പവർ 2 ആണ് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ. സോ നമ്മൾ ന്യൂമറേറ്ററിൽ BS + C എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇതൊരു നോർമൽ ഫ്രാക്ഷൻ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് B മാത്രം ന്യൂമറേറ്ററിൽ കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അതും ഹയസ്റ്റ് പവർ 2 വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതുകൊണ്ട് BS + C എന്ന് നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുക്കുന്നു. അതാണ് മാത്തമാറ്റിക്സിലെ റൂള്. ഒന്നുമില്ല, ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, വേറെ ഒന്നും ഇതിൽ വരുന്നില്ല. ഓക്കെ, സോ അങ്ങനെയാണ് ആ ന്യൂമറേറ്ററിൽ BS + C എന്ന് വന്നത്. ഓക്കെ, സോ BS + C ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിനോമിനേറ്ററിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള പാർട്ട് s² + 2 θ ωns + ωn². സോ പാർഷ്യൽ ഫ്രാക്ഷൻ ഡീകമ്പോസിഷൻ ഈ ഒരു ഫ്രാക്ഷനിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് എന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലും ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിനോമിനേറ്റർ ടേം s ഇൻറ്റു s² + 2 θ ωns + ωn² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, മനസ്സിലായില്ലേ? സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടേംസ് രണ്ട് സൈഡിലും ഇക്വേഷൻസിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് കട്ട് ചെയ്ത് ഒഴിവായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഡിനോമിനേറ്റർ ടേം കൊണ്ട് ഇക്വേഷൻ്റെ രണ്ട് സൈഡ്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ എന്താ കിട്ടുക? കുറേ ടേംസ് കട്ട് ചെയ്ത് പോകും. എന്നിട്ട് നമുക്ക് ωn² ഈസ് ഈക്വൽ ടു a ഇൻറ്റു s² + 2 θ ωns + ωn² + s ഇൻറ്റു
ബി എസ് പ്ലസ് സി എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കണേ. ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ നിങ്ങളൊരു നോട്ട്ബുക്കും പെന്നും എടുത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്തിട്ട് പോകണം. ഓക്കെ, സോ ഇപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? omega n square is equal to a into s square plus 2 theta omega ns plus omega n square plus s into bs plus c അല്ലേ? ഇനി എന്താണ് ചെയ്യുക? ഇനി ബ്രാക്കറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഒമേഗ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന് ആ ബ്രാക്കറ്റ് ഉണ്ട്, ആ ബ്രാക്കറ്റിലെ ഓരോ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ സ്ക്വയർ പ്ലസ് 2a തീറ്റ ഒമേഗ എൻ എസ് പ്ലസ് എ ഒമേഗ എൻ സ്ക്വയർ പ്ലസ് ഇനി എസിനെ ആ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ടേംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ബി എസ് സ്ക്വയർ പ്ലസ് സി എസ് എന്ന് കിട്ടും. സോ ആ സ്റ്റെപ്പ് മനസ്സിലായില്ലേ? ജസ്റ്റ് സിമ്പിൾ മാത്തമെറ്റിക്കൽ ബ്രാക്കറ്റ് മൾട്ടിപ്ലിക്കേഷൻ അത്രയേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? എസ് സ്ക്വയറും എസ്സും ഒക്കെ ഇവിടെ കോമൺ ആണ് അല്ലേ? സോ ഏതാടാ എസ് സ്ക്വയറിൻ്റെ കോമൺ ആയിട്ട് വരുന്ന ടേംസ്? സൂക്ഷിച്ച് നോക്കിക്കേ, എയും ബിയും അല്ലേ? സോ എസ് സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ, എസ് സ്ക്വയറിനെ കോമൺ ആക്കിയിട്ട് എടുത്തു. എസ് സ്ക്വയർ കോമൺ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ എയും ബിയും ആണ് ബ്രാക്കറ്റിൻ്റെ അകത്ത് വരിക. എസ് സ്ക്വയറിൻ്റെ എ പ്ലസ് ബി അങ്ങനെയല്ലേ വരുന്നത് അല്ലേ? ഇനി എസ്സും കോമൺ ആണ് അല്ലേ? എസിൻ്റെ അകത്ത് എന്തൊക്കെ വരും? 2a തീറ്റ ഒമേഗ എൻ പ്ലസ് സി ആയിരിക്കും വരുന്നത്. പിന്നെ ഒരു കോൺസ്റ്റൻ്റ് ആണ് ബാക്കിയുള്ളത്, ആ കോൺസ്റ്റൻ്റ് ടേമാണ് എ ഒമേഗ എൻ സ്ക്വയർ. സോ ആ സ്റ്റെപ്പ് കിട്ടി അല്ലേ? എസ് സ്ക്വയറും എസ്സും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, ബാക്കി വരുന്ന കോൺസ്റ്റൻ്റ് ടേം എ ഒമേഗ എൻ സ്ക്വയർ. ഓക്കെ, അതും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക? രണ്ട് ഇക്വേഷൻസും, അതായത് ഇക്വേഷൻ്റെ രണ്ട് സൈഡ്സും അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ആദ്യം കോൺസ്റ്റന്റ് ടേം ഏതാണെന്ന് നോക്കുക. ഏതാണ്? ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോൺസ്റ്റന്റ് ടേം ഒമേഗ എൻ സ്ക്വയർ ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ കോൺസ്റ്റന്റ് ടേം എ ഒമേഗ എൻ സ്ക്വയർ ആണ്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ടേംസ് തമ്മിൽ ആദ്യം കമ്പയർ ചെയ്യുക. സോ ഒമേഗ എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഒമേഗ എൻ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ? ഇത് രണ്ടുമാണ് കോൺസ്റ്റന്റ് ടേംസ് ഇക്വേഷൻ്റെ രണ്ട് സൈഡ്സിലും അല്ലേ? സോ ഇവിടെ എന്താ സംഭവിക്കുക? ഒമേഗ എൻ സ്ക്വയറും കട്ടായിട്ട് പോകും. സോ എ ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, എയുടെ വാല്യൂ അപ്പോൾ 1 എന്ന് കിട്ടിയില്ലേ? ഇനി ബാക്കി ടേംസ് കമ്പയർ ചെയ്യുക. ഓക്കെ, ഇനി ഏതൊക്കെ ടേംസ് ആണ് ബാക്കിയുള്ളത്? എസ് സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബിയും അതുപോലെ തന്നെ എസ് ഇൻറ്റു 2a തീറ്റ ഒമേഗ എൻ പ്ലസ് സിയും, ഈ രണ്ട് ടേംസുമാണ് ബാക്കിയുള്ളത് അല്ലേ? കമ്പയർ ചെയ്യാൻ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ടേംസ് ഒന്നുമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0s സ്ക്വയർ എന്ന് കൊടുക്കുക, എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ എസ് സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി ആ ടേം കമ്പയർ ചെയ്യുക. ഓക്കെ, സിമ്പിൾ അല്ലേ? സോ ഈ എസ് സ്ക്വയറിൻ്റെ ടേംസ് ഒന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ 0s സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി എന്ന് കൊടുത്തിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ അവിടെ എസ് സ്ക്വയറും ക്യാൻസൽ ആയി പോകും അല്ലേ? എന്നിട്ട് എന്താ വരിക? എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും ഇല്ലേ? ഇനി എയുടെ വാല്യൂ നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയില്ലടാ, എ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടിയില്ലേ? ആ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൽ നിന്നും ബി ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ എയുടെ വാല്യൂം കിട്ടി, ബിയുടെ വാല്യൂം കിട്ടി. ഇനി സിമിലർലി നമുക്കൊരു എസ് ടേം കൂടി ബാക്കിയുണ്ട് കമ്പയർ ചെയ്യാനായിട്ട് ഈ ഇക്വേഷനിൽ അല്ലേ? സോ ഈ എസ് ടേം കൂടി കമ്പയർ ചെയ്താൽ സിയുടെ വാല്യൂം കിട്ടും. അപ്പോൾ എസ് ടേമും നമ്മുടെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലില്ല. സോ എസ് സ്ക്വയറിൻ്റേത് ചെയ്തതുപോലെ ഇവിടെയും ചെയ്യുക. എസ് സ്ക്വയറിൻ്റെ 0s സ്ക്വയർ എന്ന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇട്ട് കൊടുത്തു, ഇവിടെയും അങ്ങനെ 0s എന്ന് കൊടുക്കുക. അപ്പോൾ 0s ഈസ് ഈക്വൽ ടു ഏതാണ് എസ് ടേം? എസ് ഇൻറ്റു 2a തീറ്റ ഒമേഗ എൻ പ്ലസ് സി എന്ന് വരും അല്ലേ? സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് എസ് ടേമും ക്യാൻസലായി പോവും അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എസും റൈറ്റ് ഹാൻഡ് സൈഡിലെ എസും ക്യാൻസലായി പോവും. പിന്നെ ബാക്കി എന്താ വരിക? 2a തീറ്റ ഒമേഗ എൻ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? ഇനി എയുടെ വാല്യൂ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് 1, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 1 ഇൻറ്റു തീറ്റ ഒമേഗ എൻ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ? അതായത് 2 തീറ്റ ഒമേഗ എൻ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ? ഇങ്ങനെ കിട്ടിയില്ലേ? ഇത്രയ്ക്ക് കിട്ടിയില്ലേ? ഇനി ഇതിൽ നിന്നും സീൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്തിക്കൂടെ? അതായത് സി എന്ന് പറഞ്ഞാൽ എന്താണ്? -2 തീറ്റ ഒമേഗ എൻ അല്ലേ? ഇത്രയല്ലേടാ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ എയുടെയും ബിയുടെയും സിൻ്റെയും വാല്യൂസ്. അപ്പോൾ എയുടെയും ബിയുടെയും സിൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ നേരത്തെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ എഴുതിയില്ലേ? എ ബൈ എസ് പ്ലസ് ബി എസ് പ്ലസ് സി ബൈ എസ് സ്ക്വയർ പ്ലസ് 2 തീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എന്ന് ആ ഇക്വേഷനിൽ എനും ബിനും സിനും പകരം ഈ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് നേരത്തെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് വെച്ച ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ എന്ത് വരും? സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എ ബൈ എസ്. അതിലെ ആദ്യത്തെ ടേം എന് പകരം എന്താ നമുക്ക് എയുടെ വാല്യൂ ആയിട്ട് കിട്ടിയത്? 1. അപ്പോൾ 1/s എന്നായി അല്ലേ? പ്ലസ്
ബിന് പകരം എന്താണ് നമുക്ക് കിട്ടിയത് -1. സോ -1 ഇൻറ്റു എസ് അല്ലേ, പ്ലസ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു -2 സീറ്റ ഒമേഗ എൻ അല്ലേ, ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ അല്ലേ. സോ അത് മനസ്സിലായില്ലേ. ജസ്റ്റ് നമുക്ക് കിട്ടിയ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് ആ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് വെച്ച ഇക്വേഷനിൽ ജസ്റ്റ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യുക, ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് മാത്തമെറ്റിക്കൽ സ്റ്റെപ്പ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊന്ന് വൃത്തിക്ക് എഴുതുമ്പോൾ എന്ത് കിട്ടും, സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/s പ്ലസ് -s അല്ലേ. വീണ്ടും എന്താ വരിക, പ്ലസ് മൈനസ് മൈനസ് ആവുന്നു, -2 സീറ്റ ഒമേഗ എൻ ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് മാത്തമെറ്റിക്കൽ സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് നോക്കിക്കേ സംശയമുള്ളവർ. എന്താണ് ബേസിക്കലി -x-y എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നെഗറ്റീവ് സൈൻ പുറത്തേക്ക് എടുത്തിട്ട് പോസിറ്റീവ് സൈൻ അകത്തോട്ട് സപ്ലൈ ചെയ്യും അല്ലേ, അതായത് -x+y എന്ന് വരും അതിൻ്റെ റിസൾട്ട്. അതുപോലെ തന്നെ -x+y എന്ന് പറഞ്ഞാൽ വീണ്ടും മൈനസിനെ നമ്മൾ പുറത്തോട്ടേക്ക് എടുത്തിട്ട് എന്താ നെഗറ്റീവ് സൈൻ അകത്തോട്ടേക്ക് സപ്ലൈ ചെയ്യും. അപ്പോൾ -x-y എന്ന് വരും. അപ്പോൾ ഇവിടെ ഏത് കണ്ടീഷനാണടാ, ഫസ്റ്റ് കണ്ടീഷനാണ് അല്ലേ, സി -x-y അല്ലേ. അപ്പോൾ യെസ്, എന്താണ് നമ്മൾ നെഗറ്റീവ് സൈൻ പുറത്തേക്ക് എടുക്കുന്നു അല്ലേ. സോ എന്തായി, അടുത്ത സ്റ്റെപ്പ് നോക്കിക്കാൻ നിങ്ങൾ, സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/s മൈനസ് ആ മൈനസ് പുറത്തോട്ടേക്ക് എടുത്തു, മൈനസും പ്ലസും കൂടി മൈനസ് ആയി അപ്പോൾ അല്ലേ. അപ്പോൾ 1/s മൈനസ് യെസ് പോസിറ്റീവ് സൈൻ അകത്തോട്ട് സപ്ലൈ ചെയ്യുന്നു അല്ലേ, എസ് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഈ ഒരു ഫോമിലല്ലേ വന്നത്, -x-y ഈസ് ഈക്വൽ ടു -x+5. അതേ ഫോമിലാണ് ഇതുള്ളത്. സോ ആ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തു, അത്രേ ഉള്ളൂ കാര്യം. സിമ്പിൾ മാത്തമാറ്റിക്സ്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക, ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. കാരണം നമുക്ക് ഡിറൈവ് ചെയ്ത് ഫൈനൽ ഇക്വേഷനിലോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പൊടിക്കൈകൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡിനോമിനേറ്റർ ടേമിൻ്റെ കൂടെ നമ്മൾ സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ എന്നൊരു ടേമിനെ ആഡും ചെയ്യുന്നു സബ്സ്ട്രാക്റ്റും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്ത് വരും നമ്മുടെ ഇക്വേഷൻ, എന്താണ് നമ്മുടെ ഇക്വേഷൻ, സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/s മൈനസ് എസ് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ പ്ലസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ മൈനസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ. സോ ഇവിടെ എന്താ ചെയ്തത്, സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ എന്നൊരു ടേമിനെ ഡിനോമിനേറ്ററിൻ്റെ കൂടെ ആഡും ചെയ്തു സബ്സ്ട്രാക്റ്റും ചെയ്തു. ഓക്കെ, സോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇനി നമുക്ക് നമ്മുടെ ഈ ഡിനോമിനേറ്റർ ടേം ഒന്ന് നോക്കിക്കേ നിങ്ങൾ. എന്താ ഡിനോമിനേറ്ററിലുള്ളത്, എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് ഉണ്ട്, അതുപോലെ തന്നെ സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയറും ഉണ്ട്, പ്ലസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ അല്ലേ. സോ നമുക്ക് ആ മൂന്ന് ടേംസിനെ, അതായത് എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ, ഈ മൂന്ന് ടേംസിനെയും കൂട്ടിയിട്ട് എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ അല്ലേ. സോ നോക്കിക്കേ നിങ്ങൾ, എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ വെച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കേ, ഇതേ സാധനമല്ലേ കിട്ടുന്നത്, എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ സ്ക്വയർ അല്ലേ. സോ ആ മൂന്ന് ടേംസിനെയും കൂടിയിട്ട് നമ്മൾ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, അത്രയ്ക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതി, മനസ്സിലായില്ലേ. പിന്നെ ബാക്കി വരുന്ന ടേംസ് ഏതൊക്കെയാണ്, കഴിഞ്ഞ സ്റ്റെപ്പിൽ ആ ഡിനോമിനേറ്ററിൽ ഒമേഗ എൻ സ്ക്വയർ മൈനസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ ആണ് ബാക്കി വരുന്ന ടേംസ് അല്ലേ. അതിൽ ഈ ഒമേഗ എൻ സ്ക്വയർ കോമൺ അല്ലേ. സോ ഒമേഗ എൻ സ്ക്വയർ നമുക്ക് പുറത്തെടുത്തൂടെ. അപ്പോൾ എന്ത് വരും, എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് വരും. അത്രല്ലേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആ സ്റ്റെപ്പിന് ശേഷം നമ്മളിനി ചെയ്യേണ്ട കാര്യം ഇങ്ങോട്ടേക്ക് വരിക നിങ്ങൾ. ഓക്കെ, സോ ഇത് ഒമേഗ ഡിയും ഒമേഗ എന്നും തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഒമേഗ എൻ എന്താണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, എന്താണ്, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റമാണ്. ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ ഡാംപ്ഡ് ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റവുമാണ്. സോ ഈ നാച്ചുറൽ ഫ്രീക്വൻസിയും ഡാംപ്ഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷനാണിത്. എന്താണ് ആ റിലേഷൻ, ഒമേഗ ഡി ഈസ് ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു √1 മൈനസ് സീറ്റ സ്ക്വയർ എന്നാണ് ആ റിലേഷൻ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡ്സും സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒമേഗ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു √1 മൈനസ് സീറ്റ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഓരോ ടേമിനും നമ്മൾ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഒമേഗ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു
1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോറി, ഈ റൂട്ടില്ല. ഓക്കെ, 1 മൈനസ് സീറ്റ സ്ക്വയറേ ഉള്ളൂ. സ്ക്വയർ റൂട്ടിലോട്ടേക്ക് നമ്മൾ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ക്വയർ പോവും, സോറി ആ റൂട്ട് പോവും അല്ലേ. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഒമേഗ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ അതല്ലേ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലെ ഈ ഒരു ഡിനോമിനേറ്ററിലെ അവസാനത്തെ ടേം ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സീറ്റ സ്ക്വയർ. സോ ഈ ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സീറ്റ സ്ക്വയറിന് പകരം ഈ ഒമേഗ ഡി സ്ക്വയർ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താവും? C of s is equal to 1 by s minus s plus 2 theta omega n divided by s plus theta omega n the whole square plus omega d square എന്ന് വരും അല്ലേ. സോ ഇതുവരെ മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? C of s is equal to എന്ത് വരും? 1 by s മൈനസ് s പ്ലസ് ഈ 2 സീറ്റ ഒമേഗ എന്നിനെ നമ്മൾ സീറ്റ ഒമേഗ എൻ പ്ലസ് സീറ്റ ഒമേഗ എൻ എന്ന് എഴുതുന്നു. സീറ്റ ഒമേഗ എൻ പ്ലസ് സീറ്റ ഒമേഗ എൻ തന്നെ അല്ലടാ ഈ 2 സീറ്റ ഒമേഗ എൻ. സോ നമുക്കതിനെ ഇങ്ങനെ എഴുതിക്കൂടെ, സീറ്റ ഒമേഗ എൻ പ്ലസ് സീറ്റ ഒമേഗ എൻ എന്ന്. സോ നമ്മൾ അങ്ങനെ എഴുതുന്നു. അപ്പോൾ സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ പ്ലസ് സീറ്റ ഒമേഗ എൻ ഹോൾ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക? സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് നമ്മൾ ഈ ഫ്രാക്ഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് വരും? എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ പ്ലസ് സീറ്റ ഒമേഗ എൻ ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അതായത് ഈ ഫ്രാക്ഷനെ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ പ്ലസ് സീറ്റ ഒമേഗ എൻ ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ എന്ന ഫ്രാക്ഷനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക? നോക്കിക്കേ, നേരത്തെ മൈനസ് എക്സ് പ്ലസ് വൈ കേസ് അല്ലടാ ഇവിടെ വരുന്നത് അല്ലേ? സൂക്ഷിച്ച് നോക്കിക്കേ അല്ലേ? മൈനസ് ഓഫ് ദാറ്റ് ബ്രാക്കറ്റ് ടേം അകത്ത് പ്ലസ് ആണ് അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക റിസൾട്ടിൽ? മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് എന്താ മൈനസ് തന്നെ അകത്തോട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നു അല്ലേ? ആ കണ്ടീഷനല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് നമ്മൾ മൈനസ് സൈൻ, നെഗറ്റീവ് സൈൻ സപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ എന്ത് വരും? സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ മൈനസ് സീറ്റ ഒമേഗ എൻ ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ എന്ന് വരും അല്ലേ? സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനി എന്താ വരിക? നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ. ഇതുവരെ എല്ലാം ഒരുപോലെ, ഒരു മാറ്റവും വരുത്തണ്ട. എന്നാൽ ലാസ്റ്റ് ടേമിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. മൈനസ് സീറ്റ ഒമേഗ എൻ്റെ കൂടെ ഒരു ഒമേഗ ഡി മൾട്ടിപ്ലൈ ചെയ്യുക. താഴെ ഒരു ഒമേഗ ഡിയും നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? സീറ്റ ഒമേഗ എൻ ഇൻറ്റു ഒമേഗ ഡി ഡിവൈഡഡ് ബൈ ഒമേഗ ഡി ഇൻറ്റു എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചോ, സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ മൈനസ് ആ മൂന്നാമത്തെ ടേമില്ലേ നമ്മൾ നേരത്തെ ചെയ്ത കഴിഞ്ഞ സ്റ്റെപ്പിൽ ചെയ്ത ആ മൂന്നാമത്തെ ടേം, ആ ഒരു ഫ്രാക്ഷൻ ടേമിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? സീറ്റ ഒമേഗ എൻ ബൈ ഒമേഗ ഡി ഇൻറ്റു ബാക്കി വരുന്ന ടേം ഏതാടാ? ഒമേഗ ഡി ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ഇതുവരെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? ആ മൂന്നാമത്തെ ടേമിൻ്റെ കൂടെ ഒരു ന്യൂമറേറ്ററിൽ ഒരു ഒമേഗ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിലും ഒരു ഒമേഗ ഡി കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? ശേഷം തൊട്ടടുത്ത സ്റ്റെപ്പിൽ ആ മൂന്നാമത്തെ ഫ്രാക്ഷനെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തു അല്ലേ? അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ലാപ്ലേസ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ലാപ്ലേസ് ഇൻവേഴ്സ്. ഓക്കെ, സോ ഇവിടെ രണ്ട് ലാപ്ലേസ് ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഒന്ന് ഇതാണ്, ലാപ്ലേസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി ഇൻറ്റു കോസ് ബി ടി എന്ന് പറഞ്ഞാൽ എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് എ ദി ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ്. ഇനി ലാപ്ലേസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി ഇൻറ്റു സൈൻ ബി ടി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ബൈ എസ് പ്ലസ് എ ദി ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുമാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിക്കേ. ഈ ഇക്വേഷനിൽ ഈ രണ്ടാമത്തെ ടേം ഈ
കോസ് ടേമുമായിട്ട് മാച്ചിങ് അല്ലേ? സോ ആ ഒരു ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം. ഇനി ഈ ഇക്വേഷനിലെ ലാസ്റ്റ് ടേം, അതായത് ഒമേഗ ഡി ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ടേം നമ്മുടെ ആ സൈനിൻ്റെ ഇക്വേഷനായിട്ട് മാച്ചിങ് അല്ലേ? സോ ആ രണ്ട് ഇക്വേഷൻസ് ഈ രണ്ട് ടേംസിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഈ ആദ്യത്തെ ടേം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ അല്ലേ? അവിടേക്ക് കോസിൻ്റെ ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ? സോ എന്താണ്? ലാപ്ലേസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി കോസ് ബി ടി അല്ലടാ അതിൻ്റെ ഇക്വേഷൻ. സോ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇ റൈസ് ടു അല്ലേ മൈനസ് എന്ന് പറയും ഇവിടെ എന്താണ്? സീറ്റ ഒമേഗ എൻ അല്ലേ? സോ സീറ്റ ഒമേഗ എൻ ഇൻറ്റു ടീന് വരും ടി തന്നെ അല്ലേ? സോ ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു കോസ് വീണ്ടും എന്താണ്? ബി ടി അല്ലേ? ബീന് വരെ എന്താണ് ഇവിടെ? ഒമേഗ ഡി ആണ് അല്ലേ? സോ ഒമേഗ ഡി ഇൻറ്റു ടി. സോ ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി എന്ന് കിട്ടിയില്ലേ? ആ ഒരു ടേമിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് അല്ലേ? സിമിലർലി ലാസ്റ്റ് ടേം ഒമേഗ ഡി ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ അത് നമ്മുടെ സൈനിൻ്റെ ഇക്വേഷനായിട്ട് മാച്ചിങ് ആണ് അല്ലേ? സോ അതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ ഡി ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി എന്ന് കിട്ടും അല്ലേ? ഇനി ഈ രണ്ട് വാല്യൂസും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ അല്ലേ? സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക? ഇനി ഇതുവരെ നമ്മൾ സി ഓഫ് എസ് എന്നായിരുന്നു ഇക്വേഷൻ എഴുതിയത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ലാപ്ലേസ് ഇൻവേഴ്സ് എടുത്തു. അതായത് ലാപ്ലേസ് ഇൻവേഴ്സ് എടുത്തു എന്ന് പറഞ്ഞാൽ ഇനി മുതൽ നമ്മുടെ ഇക്വേഷൻ ടൈം ഡൊമൈനിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. സോ ഇനി സി ഓഫ് ടി എന്ന് എഴുതണം. സി ഓഫ് എസ് മാറിയിട്ട് സി ഓഫ് ടി എന്ന് എഴുതണം. സോ സി ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ്? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s 1 ആണ്. സോ 1/s പോയിട്ട് 1 ആയി അല്ലേ? പിന്നെ രണ്ടാമത്തെ ടേമിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു അല്ലേ? ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി അല്ലേ? മൈനസ് മൂന്നാമത്തെ ടേം അതുപോലെ തന്നെ എഴുതുക, മൈനസ് സീറ്റ ഒമേഗ എൻ ബൈ ഒമേഗ ഡി ഇൻറ്റു നാലാമത്തെ ടേമിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് നമ്മൾ കണ്ടെത്തി ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ എന്തായിട്ട് മാറി? സി ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി മൈനസ് സീറ്റ ഒമേഗ എൻ ബൈ ഒമേഗ ഡി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി എന്നായി അല്ലേ? ഇനി എന്താണ് ചെയ്യുക? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയേ. ഈ ഒരു സ്റ്റെപ്പിൽ ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി കോമൺ ആണ് അല്ലേ? സോ അത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എന്തുവരും? സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു ഓക്കെ കോസ് ഒമേഗ ഡി ടി പ്ലസ് സീറ്റ ഒമേഗ എൻ ബൈ ഒമേഗ ഡി ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി എന്ന് വരും. ഓക്കെ, ആ മൈനസ് ടേം എങ്ങനെയാണ് ഇവിടെ പ്ലസ് ആയിട്ട് മാറിയത്? കഴിഞ്ഞ സ്റ്റെപ്പിൽ മൈനസ് ഇവിടേക്ക് പ്ലസ് ആയി. എങ്ങനെയായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ സെയിം റൂൾ തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലേ? നെഗറ്റീവ് സൈൻ പുറത്തുണ്ട് അല്ലേ? അകത്തും നെഗറ്റീവ് സൈൻ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ റൂള് അല്ലേ? മൈനസ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ അല്ലേ? അതേ സെയിം സാധനമാണ് ഇവിടെയും വരുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ആ മൈനസ് സൈന് ഇതിൻ്റെ അകത്തോട്ട് ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് വന്നപ്പോൾ പ്ലസ് ആയിട്ട് മാറിയത്. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി എന്ന ടേം കോമൺ ആയതുകൊണ്ട് അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. പിന്നെ നമ്മുടെ നേരത്തെ ആ റൂൾ വെച്ചിട്ട് എന്ത് ചെയ്തു? അകത്ത് സൈന് മൈനസ് മാറിയിട്ട് പ്ലസ് ആയി. ഓക്കെ, അപ്പോൾ സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി പ്ലസ് സീറ്റ ഒമേഗ എൻ ബൈ ഒമേഗ ഡി ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി എന്നായി നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി എന്താണ്? ഇനി സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി പ്ലസ് സീറ്റ ഒമേഗ എൻ ഡിവൈഡഡ് ബൈ ഒമേഗ ഡിന് പകരം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്താണ് ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ അല്ലേ? സോ ഒമേഗ ഡിക്ക് പകരം ആ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ സീറ്റ ഒമേഗ എൻ ബൈ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി എന്നായി നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി എന്താ ചെയ്യുക? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒന്നുമില്ല, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക ഈ ഒമേഗ എൻ
ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ കോസ് ഒമേഗ ഡി ടി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിലും ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് വരും അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് LCM എടുക്കുന്ന പ്രോസസ്സ് അല്ലേ, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വരും, ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ഡി ടി ബൈ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ പ്ലസ് സീറ്റ ഒമേഗ എൻ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി ബൈ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് വരും. മനസ്സിലായില്ലടാ അല്ലേ? സോ മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു ആ ബ്രാക്കറ്റിനകത്ത് ആ ടേം ഉണ്ടല്ലോ, ആ ഡിനോമിനേറ്റർ രണ്ട് ടേംസിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമ്മൾ ഒറ്റ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ എഴുതുന്നു, ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ഡി ടി പ്ലസ് സീറ്റ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി ബൈ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ അല്ലേ. സോ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമ്മൾ ഒറ്റ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നു. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇതുവരെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുക, ഒന്നുമില്ല, നമ്മുടെ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമേഗ ഡി അല്ലേടാ. സോ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയറിന് പകരം ഒമേഗ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു ഒമേഗ ഡി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി പ്ലസ് സീറ്റ ഒമേഗ എൻ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി ഹോൾ ഡിവൈഡഡ് ബൈ ഒമേഗ ഡി എന്ന് വരും അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക, സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു ഇനി ഈ ബ്രാക്കറ്റിനകത്തുള്ള ഫ്രാക്ഷൻ ടേം ഉണ്ടല്ലോ, അതിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, ഒമേഗ ഡി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി ബൈ ഒമേഗ ഡി പ്ലസ് സീറ്റ ഒമേഗ എൻ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി ബൈ ഒമേഗ ഡി എന്ന് വരും അല്ലേ. ഒന്നുമില്ല, ആ ബ്രാക്കറ്റ് ടേമിനെ, ആ ഫ്രാക്ഷൻ ടേമിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും, സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു ആ ഒമേഗ ഡിയും ക്യാൻസൽ ആയി പോവില്ലടാ. സോ കോസ് ഒമേഗ ഡി ടി മാത്രം വരും. കോസ് ഒമേഗ ഡി ടി പ്ലസ് വീണ്ടും ആ രണ്ടാമത്തെ ഫ്രാക്ഷനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ സീറ്റ ഒമേഗ എൻ ബൈ ഒമേഗ ഡി ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി എന്ന് വരുന്നു. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും, സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി പ്ലസ് സീറ്റ ഒമേഗ എൻ ബൈ ഒമേഗ ഡിന് പകരം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. ഒമേഗ ഡി ഈസ് ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ അല്ലേ. സോ അത് ഒമേഗ ഡിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി സെയിം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും, ഈ ഒമേഗ എനും ക്യാൻസൽ ആയി പോവും. ഓക്കെ, അപ്പോൾ എന്താ വരിക, നെക്സ്റ്റ് സ്റ്റെപ്പ് സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി പ്ലസ് സീറ്റ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി എന്ന് വരും. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് നമ്മുടെ ടൈം റെസ്പോൺസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ടൈം റെസ്പോൺസ് ഓഫ് അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ടു സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ ഒരു മെയിൻ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ശരിക്കും നിങ്ങൾക്ക് ഇവിടെ വരെ ചെയ്താൽ മതി. എന്നാൽ നമ്മൾ നോർമൽ ടെക്സ്റ്റ് ബുക്സിലൊക്കെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഇക്വേഷൻ ഒന്നുകൂടി ചെറുതാക്കും. ഓക്കെ, അതായത് ഈ ബ്രാക്കറ്റിനകത്തുള്ള ആ ഒരു ടേം ഉണ്ടല്ലോ, അതായത് കോസ് ഒമേഗ ഡി ടി പ്ലസ് സീറ്റ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി, ആ മൊത്തം ടേമിനെ ഒരു ഒറ്റ സൈനിൻ്റെ ടേംസിലോട്ടേക്ക് മാറ്റി എഴുതും. ഓക്കെ, ഇവിടെ കോസും സൈനും രണ്ടും വരുന്നുണ്ടല്ലോ. സോ ബേസിക്കലി ടെക്സ്റ്റ് ബുക്സിലൊക്കെ സൈനിൻ്റെ ടേംസിലേക്ക് മാത്രമായിട്ട് എടുത്ത് കൺവേർട്ട് ചെയ്ത് വീണ്ടും ചെറുതാക്കിയിട്ടാണ് കാണിക്കാറുള്ളത്. ഓക്കെ, സോ ശരിക്കും ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി KTU എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടി ഇക്വേഷന് ചെറുതാക്കാൻ ചോദിക്കും. ഓക്കെ, സോ നമുക്ക് വീണ്ടും ഈ ഇക്വേഷന് ചെറുതാക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെറുതാക്കുക, ഒന്നുമില്ല, ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം ഇല്ല, അതിനാണല്ലോ നമുക്ക് സൈൻ ടേം ആക്കിയിട്ട് മാറ്റേണ്ടത് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും, കോസ് ഒമേഗ ഡി ടി പ്ലസ് സീറ്റ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി എന്ന ഒരു ബ്രാക്കറ്റ് ടേമിനെ ഈസ് ഈക്വൽ ടു എ സൈൻ ഓഫ് ഒമേഗ ഡി ടി പ്ലസ് 5 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ എ സൈൻ ഓഫ് ഒമേഗ ഡി ടി പ്ലസ് 5 എന്ന ആ ടേമിൽ എയുടെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. സോ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, സൈൻ എ പ്ലസ് ബി എന്ന ആ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. നിങ്ങൾ പലവട്ടം യൂസ് ചെയ്ത ഇക്വേഷനാണ്. ഓക്കെ, സൈൻ ഓഫ് എ പ്ലസ് ബി അല്ലേ. എന്താണ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ആ സൈൻ ഒമേഗ ഡി ടി പ്ലസ് 5 എന്ന ആ ടേം സൈൻ എ പ്ലസ് ബി ഫോമിലല്ലേ ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു,
എന്ത് ചെയ്യുന്നു, എ സൈൻ ഒമേഗ ഡി ടി പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു ആ എ അതുപോലെ തന്നെ അവിടെ വിടുന്നു. ബാക്കി സൈൻ ഒമേഗ ഡി ടി പ്ലസ് ഫൈവ് ആണ് സൈൻ എ പ്ലസ് ബി ഫോമാറ്റിലുള്ളത്. സോ ആ ഒരു ടേമിനെ നമ്മൾ സൈൻ എ പ്ലസ് ബി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താണ് വരിക, സൈൻ എ കോസ് ബി അല്ലേ. സൈൻ എ മീൻസ് എന്താണ് ഇവിടെ ഒമേഗ ഡി ടി ആണ്. അപ്പോൾ സൈൻ ഒമേഗ ഡി ടി ഇൻറ്റു കോസ് ബിന് പകരം ഫൈവ് അല്ലേ, കോസ് ഫൈവ് പ്ലസ് സിമിലർലി കോസ് ഒമേഗ ഡി ടി ഇൻറ്റു സൈൻ ഫൈവ് എന്നും വരും അല്ലേ. ഈ സൈൻ എ കോസ് ബി ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ. ഇനി എന്താ ചെയ്യുക, ഒന്നുമില്ല, ആ എനെ ജസ്റ്റ് ബ്രാക്കറ്റിനകത്തോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, എ സൈൻ ഒമേഗ ഡി ടി കോസ് ഫൈവ് പ്ലസ് എ കോസ് ഒമേഗ ഡി ടി സൈൻ ഫൈവ് എന്ന് വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഓക്കെ, ആ രണ്ടാമത്തെ ടേമില്ലേ ഇക്വേഷനിലെ എ കോസ് ഒമേഗ ഡി ടി സൈൻ ഫൈവ്, അതിൽ എ ഇൻറ്റു സൈൻ ഫൈവ് ആദ്യം എഴുതുന്നു, കോസ് ഒമേഗ ഡി ടി രണ്ടാമതും എഴുതുന്നു. അപ്പോൾ എ സൈൻ ഫൈവ് ഇൻറ്റു കോസ് ഒമേഗ ഡി ടി എന്നാവുന്നു. പ്ലസ് ആദ്യത്തെ ടേമിലെ കോസ് ഫൈവ് ആദ്യം എഴുതുന്നു. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു കോസ് ഫൈവ് സൈൻ ഒമേഗ ഡി ടി അവസാനവും എഴുതുന്നു ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി. അത്രേ ഉള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷനിൽ എ സൈൻ ഒമേഗ ഡി ടി പ്ലസ് ഫൈവ് എന്ന ഇക്വേഷനിൽ ഈ സൈൻ ഒമേഗ ഡി ടി പ്ലസ് ഫൈവ് എന്ന പാർട്ട് സൈൻ എ പ്ലസ് ബി ഫോമിലായതുകൊണ്ട് ആ ഒരു ഇക്വേഷൻ്റെ പാർട്ടിലേക്ക് മാത്രം സൈൻ എ പ്ലസ് ബി റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, സോ എ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി കോസ് ഫൈവ് പ്ലസ് കോസ് ഒമേഗ ഡി ടി സൈൻ ഫൈവ് എന്ന് വന്നു. ശേഷം ഈ എനെ നമ്മൾ എന്ത് ചെയ്തു, ബ്രാക്കറ്റിനകത്തോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ടേംസിനൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ സൈൻ ഫൈവ് ഇൻറ്റു കോസ് ഒമേഗ ഡി ടി പ്ലസ് എ കോസ് ഫൈവ് ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി എന്ന് കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ ബ്രാക്കറ്റ് ടേമില്ലേ കോസ് ഒമേഗ ഡി ടി പ്ലസ് തീറ്റ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് തീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി, അതിന് പകരമാണല്ലോ എ സൈൻ ഒമേഗ ഡി ടി പ്ലസ് ഫൈവ് എന്ന് എഴുതിയത് അല്ലേ. സോ നമ്മൾ ഈ രണ്ട് ടേംസ് ഒന്ന് കമ്പയർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ എന്തോന്നു, കോസ് ഒമേഗ ഡി ടി പ്ലസ് സീറ്റ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് തീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി, ആ ബ്രാക്കറ്റ് ടേം അത് ഈസ് ഈക്വൽ ടു നമുക്കിപ്പോൾ കിട്ടിയ എ സൈൻ ഫൈവ് കോസ് ഒമേഗ ഡി ടി പ്ലസ് എ കോസ് ഫൈവ് സൈൻ ഒമേഗ ഡി ടി എന്ന് എഴുതുക. ഓക്കെ, ജസ്റ്റ് ആ രണ്ട് ടേംസ് ഒന്ന് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ടേമിനാണല്ലോ നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് ആക്കി മാറ്റിയത്. സോ അതിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷൻസിലെ ടേംസിനെയും കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യത്തെ ടേം, എന്താ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആദ്യത്തെ ടേം കോസ് ഒമേഗ ഡി ടി ആണ് അല്ലേ, കോസ് ഒമേഗ ഡി ടി. റൈറ്റ് ഹാൻഡ് സൈഡിലെ ആദ്യത്തെ ടേം എന്താണ്, എ സൈൻ ഫൈവ് കോസ് ഒമേഗ ഡി ടിയുമാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കോസ് ഒമേഗ ഡി ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഫൈവ് ഇൻറ്റു കോസ് ഒമേഗ ഡി ടി എന്ന് കിട്ടും അല്ലേ. അതിൽ ഈ കോസ് ഒമേഗ ഡി ടിയും കോസ് ഒമേഗ ഡി ടിയും ക്യാൻസൽ ആയി പോകുന്നു. അപ്പോൾ എന്ത് കിട്ടും, എ സൈൻ ഫൈവ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി സിമിലർലി ആ ഇക്വേഷനിലെ രണ്ടാമത്തെ ടേം എന്താണ്, സീറ്റ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടിയും റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ എ കോസ് ഫൈവ് സൈൻ ഒമേഗ ഡി ടിയുമാണ് അല്ലേ. സോ അത് രണ്ടും കമ്പയർ ചെയ്യുക. അപ്പോൾ എന്ത് വരും, സീറ്റ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി ഇസ് ഈക്വൽ ടു എ കോസ് ഫൈവ് സൈൻ ഒമേഗ ഡി ടി അല്ലേ. സോ ഇതിൽ എന്താണ് സംഭവിക്കുക, സൈൻ ഒമേഗ ഡി ടിയും സൈൻ ഒമേഗ ഡി ടിയും ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്ന ടേംസ് എന്താണ്, എ കോസ് ഫൈവ് ഇസ് ഈക്വൽ ടു സീറ്റ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ എന്നാണ്. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്വയറിങ് ആൻഡ് ആഡിങ് ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1ഉം 2ഉം നമ്മൾ സ്ക്വയർ ചെയ്യുന്നു, ഒപ്പം ആഡും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തുവരും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തുവരും, എ സ്ക്വയർ സൈൻ സ്ക്വയർ 5 പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ 5 എന്ന് വരും അല്ലേ. ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും, 1 സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ 1 പ്ലസ് സീറ്റ സ്ക്വയർ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് വരും. അത് ചെയ്യുമ്പോൾ സീറ്റ സ്ക്വയർ ബൈ ആ സ്ക്വയർ റൂട്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് പോവും അല്ലേ. അപ്പോൾ 1 പ്ലസ് സീറ്റ സ്ക്വയർ ബൈ 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് വരും ആ ഒരു ടേം അല്ലേ. അപ്പോൾ ആ മൊത്തത്തിലുള്ള ടേം എങ്ങനെ കിട്ടും, എ സ്ക്വയർ സൈൻ സ്ക്വയർ 5 പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ 5 ഇസ് ഈക്വൽ ടു 1 പ്ലസ് സീറ്റ സ്ക്വയർ ബൈ 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക, ഇവിടെ എ സ്ക്വയർ കോമൺ ആണ് രണ്ട് എടുത്തും അല്ലേ. സോ എ സ്ക്വയർ പുറത്തേക്ക് എടുക്കുക. സോ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ തന്നെ എഴുതുക, 1 പ്ലസ് സീറ്റ സ്ക്വയർ ബൈ 1 മൈനസ് സീറ്റ സ്ക്വയർ. ഇനി എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ് അല്ലേ. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി പ്രകാരം സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ എന്തായി, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു
1 പ്ലസ് തീറ്റ സ്ക്വയർ ബൈ 1 മൈനസ് തീറ്റ സ്ക്വയർ എന്ന് വരും അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുക, LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് തീറ്റ സ്ക്വയർ ഇൻറ്റു 1 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. സോ 1 മൈനസ് തീറ്റ സ്ക്വയർ പ്ലസ് തീറ്റ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് തീറ്റ സ്ക്വയർ എന്ന് വരും. നിങ്ങൾ ഈ സ്റ്റെപ്പിൽ LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ എന്താ വരിക, ഇത് നോക്കിയാൽ നിങ്ങൾ മൈനസ് തീറ്റ സ്ക്വയർ പ്ലസ് തീറ്റ സ്ക്വയർ എന്താടാ 0 അല്ലേ. സോ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് തീറ്റ സ്ക്വയർ എന്നാവും അല്ലേ. ഇനി ആ സ്ക്വയർ ഒഴിവാക്കിയാലോ എ ഈസ് ഈക്വൽ ടു എന്താണ് 1 ബൈ അല്ലേ, താഴത്തെ ടേമിൽ റൂട്ട് വരും. ന്യൂമറേറ്ററിൽ 1 ആയതുകൊണ്ട് അവിടെ റൂട്ടൊന്നും വരില്ല, ജസ്റ്റ് 1 തന്നെ വരുള്ളൂ. എന്നാൽ ഡിനോമിനേറ്ററിൽ 1 മൈനസ് തീറ്റ സ്ക്വയർ ആയതുകൊണ്ട് അവിടെ റൂട്ട് വരും അല്ലേ, സ്ക്വയർ പോയി കഴിഞ്ഞാൽ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് തീറ്റ സ്ക്വയർ എന്ന് വരും. ഇതാണ് നമ്മുടെ എയുടെ വാല്യൂ. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയില്ലേ ആ ബ്രാക്കറ്റ് ടേം cos ഒമേഗ ഡി ടി പ്ലസ് തീറ്റ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് തീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ഡി ടി പ്ലസ് 5 എന്ന്. അതിലിപ്പോൾ എയുടെ വാല്യൂ ആണ് നമ്മൾ ഇത്രയും എക്സ്പാൻഡ് ചെയ്ത് കണ്ടെത്തിയത്. അപ്പോൾ ഈ ഇക്വേഷനിൽ എ സൈൻ ഒമേഗ ഡി ടി പ്ലസ് 5 എന്ന ഈ ഇക്വേഷനിൽ ഇനി എന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയ എയുടെ വാല്യൂ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് തീറ്റ സ്ക്വയർ എന്നാണ്. അപ്പോൾ എന്താണ്, എന് പകരം 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് തീറ്റ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് തീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി പ്ലസ് 5 എന്ന് വരും അല്ലേ. ഇതുവരെ മനസ്സിലായില്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക, ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തില്ലേ സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു ആ ബ്രാക്കറ്റ് ടേം. അതിന് പകരമാണല്ലോ നമ്മൾ എ സൈൻ ഒമേഗ ഡി ടി പ്ലസ് 5 എന്ന് കൊടുത്തത് അല്ലേ. സോ ആ ബ്രാക്കറ്റ് ടേമിനെ മൊത്തം റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ കിട്ടിയ ഈ സാധനം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ എന്ത് വരും നോക്കിക്കോ, സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു നമുക്കിപ്പോൾ കിട്ടിയ ആ ടേം 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് തീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി പ്ലസ് 5 അല്ലേ. ഇനി അതൊന്ന് നമ്മൾ നീറ്റ്ലി അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് എന്ത് ചെയ്യുന്നു, ആ ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ന്യൂമറേറ്ററിൽ വരും അല്ലേ. സോ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ബൈ റൂട്ട് ഓഫ് 1 മൈനസ് തീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി പ്ലസ് 5. ഇതാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്സിലൊക്കെ കാണുന്ന ഫൈനൽ ഇക്വേഷൻ. ടൈം റെസ്പോൺസ് ഓഫ് അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ടു സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഈ ഒരു ഇക്വേഷനാണ് നിങ്ങൾ ഫൈനലി കാണുക. ശരിക്കും നിങ്ങൾ ഇവിടെ വരെ ഡിറൈവ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ശരിക്കും ബേസിക് ഇക്വേഷൻ. സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി പ്ലസ് സീറ്റ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി. ബട്ട് ഈ ഒരു വലിയ ബ്രാക്കറ്റ് ടേമിനെ ഒരൊറ്റ സൈൻ ടേം ആക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടി സിംപ്ലിഫൈഡ് ആവില്ലേ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഇവിടെ വരെ ചെയ്തത്. ഓക്കെ സോ ഡെറിവേഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം വലിയൊരു ഡെറിവേഷനാണ്, നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം ഇത്. ഓക്കെ, ഇനി അണ്ടർ ഡാംഡ് സിസ്റ്റത്തിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അണ്ടർ ഡാംഡ് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഓൾറെഡി വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അല്ലേ. എന്താണ്, നമ്മളൊരു ഇൻപുട്ട് ഈ ഒരു അണ്ടർ ഡാം സിസ്റ്റത്തിലോട്ടേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്താ സംഭവിക്കുക, സിസ്റ്റം നല്ല രീതിയിൽ കുറച്ച് നേരത്തേക്ക് ഓസിലേറ്റ് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു അല്ലേ. അതാണ് ആദ്യം കാണുന്നത്. ഗ്രാഫിൻ്റെ തുടക്കത്തിൽ കാണില്ലേ, ഗ്രാഫ് ഹൈ ആയിട്ട് നല്ല പീക്കിൽ പോവും അല്ലേ. അതായത് നല്ല രീതിയിൽ വൈബ്രേഷൻസും ഓസിലേഷൻസും ഒക്കെ കുറയുന്നു. എന്നാൽ പിന്നീട് ഒരു ഡാമ്പിംഗ് ഫോഴ്സ് വരുന്നു. അത് കാരണം എന്ത് ചെയ്യുന്നു, ഈ ഓസിലേഷൻസും അതുപോലെ തന്നെ വൈബ്രേഷൻസും ഒക്കെ സ്ലോ ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഫൈനൽ വാല്യൂയിലേക്ക് പതിയെ അത് എത്തുന്നു. ഈ ഓസിലേഷൻസും അതുപോലെ തന്നെ വൈബ്രേഷൻസും ഒക്കെ അവസാനിച്ചിട്ട് അല്ലേ. സോ കണ്ടില്ലേ, ആദ്യം നല്ല രീതിയിൽ ഹൈ ആയിട്ട് നല്ല ഹൈ പീക്കിൽ പോകുന്നു. അത് നല്ല ഓസിലേഷൻസും വൈബ്രേഷൻസും ഒക്കെ ഉണ്ടാവുന്നു. എന്നാൽ പിന്നീട് ഡാമ്പിംഗ് ഫോഴ്സ് വരുന്നതോടുകൂടി ഈ ഓസിലേഷൻസും വൈബ്രേഷൻസും ഒക്കെ പതിയെ കുറഞ്ഞ് അതിൻ്റെ ഫൈനൽ വാല്യൂയിലേക്ക് അത് എത്തുന്നു. അതല്ലേ ഈ ഗ്രാഫ് കാണിക്കുന്നത് അല്ലേ. ആദ്യം ഹൈ പീക്കിൽ പോകുന്നു, പിന്നെ പീക്ക് കുറഞ്ഞ് വന്നിട്ട് ഒരു ചെറിയ പീക്കിലോട്ടേക്ക് പോയിട്ട് ഫൈനലി എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് നമ്മുടെ ഗ്രാഫ് മാറുന്നു അല്ലേ. ഇതാണ് അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ഗ്രാഫ്. സോ ഈ ഗ്രാഫ് നിങ്ങൾ വരക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ പോൾസും സീറോസും ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് അതും ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് കൂടി നോക്കാം.